ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ പുറത്തു വന്നിട്ടുള്ള ഏറ്റവും പുതിയ കൊറിയൻ ആക്ഷൻ ത്രില്ലർ സീരീസാണ് ഷോപ്പ് ഫോർ കില്ലേഴ്സ്. ഈ പേര് പറയുന്നത് പോലെ തന്നെ കില്ലേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു ഷോപ്പ് അത് കൈകാര്യം ചെയ്യുന്നൊരു വ്യക്തി പെട്ടെന്ന് മരണപ്പെടുമ്പോൾ ആ വ്യക്തിയായിട്ട് ബന്ധപ്പെട്ട ഒരാൾ അഫക്റ്റ് ആവുകയും ഇതിനെ തുടർന്ന് നടക്കുന്ന കാര്യങ്ങളൊക്കെ കാണിക്കുന്ന ഒരു സീരീസാണ് ഷോപ്പ് ഫോർ കില്ലേഴ്സ്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു സാധാരണ ഒരു പെൺകുട്ടി, ആ ഒരു പെൺകുട്ടിയുടെ ഒരു അങ്കിളുണ്ട്. അങ്കിളാണ് ഇത്തരത്തിലുള്ള ആ ഒരു വെപ്പൺ ഡീലുകളൊക്കെ നടത്തുന്നത്. സോ അങ്ങനെയുള്ള ഒരു വ്യക്തി പെട്ടെന്ന് മരിക്കുമ്പോൾ ഈ കുട്ടിയെ തേടി ഈ കില്ലേഴ്സ് മുഴുവൻ എത്തുകയാണ്. സോ എന്ത് ചെയ്യണമെന്നറിയില്ല, എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നറിയില്ല, ഒരു ബന്ധവുമില്ല. പക്ഷേ ഈ കുട്ടി എങ്ങനെ സർവൈവ് ചെയ്യുമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തന്നെ ഈ സീരീസ് കാണിച്ചു പോകുന്നുണ്ട്. സോ പെട്ടെന്നുണ്ടാവുന്ന സിറ്റുവേഷൻ ആ കുട്ടി തരണം ചെയ്തത് കുറേ പാസ്റ്റിലുള്ള കുറേ സാധനങ്ങൾ വെച്ചിട്ടുണ്ട്. സോ ഇൻ്റർകട്ട്സ് വെച്ചും അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ടും ഇതിൻ്റെ കഥ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. സോ അതുകൊണ്ട് തന്നെ വളരെയധികം എൻഗേജിങ് ആണ്. ഒരു പർട്ടിക്കുലർ പോയിന്റ് വരുമ്പോൾ, ഒരു സീൻ വരുമ്പോൾ അത് എന്തിനാണ് അല്ലെങ്കിൽ ആ കുട്ടിക്ക് എങ്ങനെ ചെയ്യാൻ സാധിക്കുമെന്ന് ഇതിന് മുമ്പ് ഓൾറെഡി ആ കുട്ടിയുടെ അങ്കിൾ പറഞ്ഞു കൊടുത്തിട്ടോ ചെയ്ത് കൊടുത്തിട്ടൊക്കെ ഉണ്ടാവും. സോ പാസ്റ്റിലുള്ള കാര്യങ്ങളൊക്കെ ഇൻ്റർലിങ്ക് ചെയ്ത് ഇപ്പോൾ പ്രസൻറ്റിൽ നടക്കുന്ന കാര്യമായിട്ട് റിലേറ്റ് ചെയ്ത് കാണിക്കുന്നതുകൊണ്ട് തന്നെ ഈ സീരീസ് വളരെയധികം എൻഗേജിങ് ആയിട്ട് ത്രൂ ഔട്ട് പോകുന്നുണ്ട്. ആക്ഷൻ സീക്വൻസുകളൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ ത്രൂ ഔട്ടല്ല, ഞാനീ പറഞ്ഞ പോലെ ഓരോ പർട്ടിക്കുലർ ബ്ലോക്കുകളേ വരുള്ളൂ. കൂടുതലും ഈ പാസ്റ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ കാണിക്കാനാണ് പ്രധാനമായിട്ട് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ കെ ഡ്രാമാസ് മുഴുവൻ അങ്ങനെയാണ്. പക്ഷേ ഇതിൽ ആക്ഷൻ സീക്വൻസുകൾ, അതിൻ്റെ സെറ്റ് പീസസ് ഒക്കെ തന്നെ കിടിലനായിട്ടുണ്ട്. 1-on-1 കുറവാണ്, ഹാൻഡ് ടു ഹാൻഡ് അല്ല. ഇതിൽ ഫുള്ള് മറ്റേ ഷൂട്ടിംഗ് ആണ്. അത് തന്നെ പല രീതിക്കുള്ള ഇപ്പോൾ പുതിയ കുറേ വെപ്പണറീസും ഇപ്പോൾ ടെക്നോളജി അടക്കം വെച്ചിട്ടുള്ള കുറേ സാധനങ്ങൾ, ഇപ്പോൾ ഡ്രോൺസും റോബോട്ടിക്സ് ഒക്കെ വെച്ചിട്ടുള്ള വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള വാർഫെയർ ഒക്കെയാണ് ഇതിൽ നമുക്ക് കാണാൻ സാധിക്കുക. പക്ഷേ അതേ സമയം തന്നെ വളരെ ഈ പെൻസിൽ കത്തി വെച്ചിട്ടുള്ള ഫൈറ്റ് അടക്കമുണ്ട്. സോ ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് വളരെ കിടിലിനായിട്ട് തന്നെ കാണിക്കുന്നുണ്ട്. ആൻഡ് അതിൻ്റെയൊക്കെ എക്സിക്യൂഷൻ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന രീതിയിലുമാണ് താനും. ഇപ്പോൾ ഈ ഡ്രോൺസൊക്കെ വന്ന് ഒരുമാതിരി ടെർമിനേറ്റർ ലെവലിലൊന്നുമല്ല, അതിനൊക്കെ തന്നെ അതിൻ്റേതായ പോരായ്മകളുണ്ട്. അതൊക്കെ തന്നെ ഇവർ മനസ്സിലാക്കിയിട്ടാണ് ഇതിനെ പറ്റി ഡിഫെൻഡ് ചെയ്യുക. അപ്പോൾ ഇവർക്കുള്ള ആ ഒരു ലിമിറ്റഡ് സ്പേസിൽ അവിടെ തന്നെയാണ് ഈ സീരീസ് മുഴുവനായിട്ടും. സോ ത്രൂ ഔട്ട് ആ ഒരു ഏരിയയിൽ തന്നെ അതിൻ്റെ തന്നെ പല ലെയേഴ്സ് വെച്ചുകൊണ്ട് വളരെ എൻഗേജിങ് ആയിട്ട് പോകുന്നുണ്ട്. പക്ഷേ എനിക്ക് ആകെ തോന്നിയത് ഒരു 8 എപ്പിസോഡുകളുണ്ട്. അത് ശരിക്കും ഒരു 6-5 ഒക്കെ ആക്കായിരുന്നു. കുറച്ച് ലെങ്ത്ത് കൂടി പോലെ തോന്നും. പക്ഷേ ആ ലെങ്ത്തിൽ വലിയ ലാഗടിയൊന്നുമില്ല. പക്ഷേ ഞാനീ പറഞ്ഞ പോലെ കുറച്ചും കൂടി എപ്പിസോഡിൻ്റെ ലെങ്ത്ത് കുറച്ചായിരുന്നെങ്കിൽ കുറേ കൂടി ഇൻറ്റൻസ് ആയിട്ട് പല സമയത്തും തോന്നുമായിരുന്നു. ചില സീക്വൻസുകളിലും അല്ലെങ്കിൽ ചില എപ്പിസോഡുകളൊക്കെ ഈ ഒരു ഫ്ലാഷ് ബാക്ക് മാത്രമേ ഉള്ളൂ. സോ അവർ തമ്മിലുള്ള ഇമോഷണൽ കണക്ഷൻസ് ഒക്കെ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. പക്ഷേ ഓൾറെഡി ഈ ഒരു ക്യാരക്ടർ ഡെഡായി, അതുപോലെ കാര്യം. സോ ഞാൻ കൂടുതലായിട്ട് ഇൻവെസ്റ്റ് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ കൂടുതലായിട്ട് എയിം ചെയ്തത് ഈ ഒരു ആക്ഷൻ സീക്വൻസുകൾ കാണാനാണ്. അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഒരു ആക്ഷൻ എൻഗേജിങ് ത്രില്ലർ സീരീസുകളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടുപോകും. ഞാനീ പറഞ്ഞ പോലെ ത്രൂ ഔട്ട് ത്രില്ലറല്ല, ഒരു പാസ്റ്റ് ലൈഫുണ്ട്, അതിനോടൊപ്പം തന്നെ പ്രസൻറ്റ് കാര്യങ്ങളുണ്ട്. പക്ഷേ പാസ്റ്റാണ് പ്രസൻറ്റിനെ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആക്കുന്നത്. ആ രീതിയിൽ കണ്ടാൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ആൻഡ് ഇതിൻ്റെ സെക്കൻഡ് സീസണിന് വേണ്ടിയുള്ള നല്ലൊരു ക്ലിഫ് ഹാങ്ങറിലാണ് ഇതിൻ്റെ ഫസ്റ്റ് സീസൺ കൊണ്ട് എത്തിച്ചു വെച്ചിട്ടുള്ളത്. ആൻഡ് നെറ്റ്ഫ്ലിക്സ് അല്ലാത്തത് കൊണ്ട് സെക്കൻഡ് സീസൺ റിന്യൂ ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പേടിക്കണ്ട, തീർച്ചയായിട്ടും കണ്ടുവെക്കാം. എന്തായാലും ഇഷ്ടപ്പെടും. പ്രത്യേകിച്ച് ഈ ഒരു ആക്ഷൻ ത്രില്ലർ ഡ്രാമാസൊക്കെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ചെക്കൗട്ട് ചെയ്ത് നോക്കുക. നല്ലൊരു ക്വാളിറ്റി ആയിട്ടായിട്ട് എനിക്ക് തോന്നി. ഓൾറെഡി ഈ ഒരു സീരീസ് നിങ്ങൾ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലുള്ള വീണ്ടും കാണാം. നന്ദി.